ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായ നിങ്ങൾ പല PSC പരീക്ഷകൾക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും അല്ലേ? എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യണം, SCRT പാഠഭാഗങ്ങൾ വായിക്കണം, മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് കിട്ടുക, അങ്ങനെ ആലോചിച്ച് തന്നെ നിങ്ങളുടെ തല ഇരുന്ന് പോകുകയും അല്ലേ? PSC പരീക്ഷകളുടെ രീതി മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ. എങ്കിൽ മാത്രമാണ് ഗവൺമെൻറ് ജോബ് എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലർക്കും വളരെ കുറച്ച് സമയം മാത്രമാണ് പഠിക്കാനായിട്ട് ലഭിക്കുന്നത്. ഈ കുറച്ച് സമയം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നോട്ട്സുകൾ വായിച്ച് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ വിവിധ ആംഗിളിലൂടെ പ്രാക്ടീസ് ചെയ്യാനും മെന്റർ സപ്പോർട്ട്, മോഡൽ എക്സാംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങി നിരവധി സവിശേഷതകളിലൂടെ നിങ്ങളുടെ പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ്. ഈ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് തൊട്ട് അതിന്റെ ഫീച്ചേഴ്സ് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണുന്നത്. അല്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണുക. നിങ്ങൾ ആ ഇൻസ്റ്റാൾ ബട്ടണിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ഓപ്പൺ ആണ് കൊടുക്കുന്നത്. ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് രജിസ്റ്റർ ചെയ്യുകയാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണെങ്കിൽ സൈനിങ് വിത്ത് ഗൂഗിൾ എന്ന് പറയുന്നതിൽ ടച്ച് ചെയ്യാം. അതിനകത്ത് നമ്മുടെ ഗൂഗിൾ ID അടിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്കത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഇത് എപ്പോഴെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക ഗൂഗിൾ അക്കൗണ്ട് വഴിയാണോ മൊബൈൽ നമ്പർ വഴിയാണോ രജിസ്റ്റർ ചെയ്തതെന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ആ ID വെച്ചിട്ട് തന്നെ നിങ്ങൾ പിന്നീടും ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ ഹോം പേജ്. ഇതിനകത്ത് നിരവധി സവിശേഷതകളുണ്ട്. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമുക്ക് ആപ്പ് വഴി എങ്ങനെയാണ് സ്റ്റഡി നോട്ടുകൾ വായിച്ച് പഠിക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓരോ ലെവലുകളും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 10th പ്രിലിംസ്, 10th മെയിൻസ്, +2 പ്രിലിംസ്, +2 മെയിൻസ്, ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ്, അതുപോലെ തന്നെ LP UP ലെവൽ, 7th ലെവൽ, ഇങ്ങനെ ഓരോ ലെവലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 10th ലെവലിലെ നോട്ടുകളാണ് വായിക്കുന്നതെങ്കിൽ ഇവിടെ 10th മെയിൻസിലെ നോട്ടുകളാണ് വായിക്കുന്നതെങ്കിൽ 10th മെയിൻസിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. പ്രാക്ടീസ് സെക്ഷൻ, അതുപോലെ തന്നെ സ്റ്റഡി നോട്ട്സ്. അപ്പോൾ നമ്മൾ വായിക്കാനാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ സ്റ്റഡി നോട്ട്സിൽ ടച്ച് ചെയ്യുക. ഓക്കെ, ഓരോ സബ്ജക്റ്റും വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഭരണഘടന, അങ്ങനെ പറഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റും കാണാം. അപ്പോൾ നമ്മൾ അതിനകത്ത് ചരിത്രം ആണ് വായിക്കണതെങ്കിൽ ചരിത്രത്തിൽ നമുക്ക് ഇവിടെ തന്നെ കേരള, ഇന്ത്യ, വേൾഡ് ഏത് ചരിത്രമാണോ വായിക്കേണ്ടത് അപ്പോൾ അവിടെ കേരള ആണ് വായിക്കേണ്ടെങ്കിൽ കേരളം ജസ്റ്റ് ടച്ച് ചെയ്യുക. അതിനകത്ത് നമുക്ക് യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് വായിക്കേണ്ടതെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് കാണാനായിട്ട് സാധിക്കും. ഈ നോട്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം റാങ്ക് ഹോൾഡേഴ്സും അതുപോലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകരും ചേർന്ന് കുറേ ബുക്കുകൾ, അതായത് PSC ബുള്ളറ്റിൻ, SCRT പാഠഭാഗങ്ങൾ, ജോബിനസ് കൊട്ടാരം, ലക്ഷ്മികാന്ത്, അങ്ങനെ ഒത്തിരി പേരുടെ ബുക്കുകൾ റെഫർ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു നോട്ട്സാണ് നിങ്ങൾക്ക് വായിക്കാനായിട്ട് കിട്ടുക. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സ്ക്രീൻഷോട്ട് അടക്കം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇന്ത്യ ചരിത്രം ശ്രീധര മേനോൻ്റെ ബുക്കിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകളാണ് നമ്മളിപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ നോട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോട്ടിൽ ഇൻഡെക്സ്, എല്ലാ നോട്ടിലും നമുക്ക് ഇൻഡെക്സ് കാണാനായിട്ട് സാധിക്കും. ഡച്ചുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വായിക്കേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ അത് ഡച്ചുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ പേജ് ഇവിടെ സെർച്ച് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഒരു 10ാമത്തെ പേജാണ് സെർച്ച് ചെയ്യണമെങ്കിൽ 10ാമത്തെ പേജിലോട്ട് നമ്മുടെ നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ നോട്ടുകൾ വായിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിനകത്ത് ഉള്ളത്. അപ്പോൾ നോട്ടുകൾ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ പഠനം വളരെ എളുപ്പമാകും അല്ലേ? അപ്പോൾ നമുക്കൊരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഹോം പേജിലോട്ട് പോവുക. ഹോം പേജിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ
എടുക്കാവുന്നതാണ്. ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗോൾഡൻ കളറിൽ ഒരു കലണ്ടറിൻ്റെ ആനിമേഷനോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ കാണാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഹോം പേജിൽ ഏറ്റവും താഴെയായിട്ട് ഒരു കലണ്ടറിൻ്റെ ചിഹ്നം കാണാനായിട്ട് സാധിക്കും. ഈ രണ്ട് ഏരിയയിൽ ടച്ച് ചെയ്താലും നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിൽ പോകാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓരോ ലെവലും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 10th ലെവൽ, ഡിഗ്രി ലെവൽ, +2 ലെവൽ, 7th ലെവൽ, LP UP SCRT ലെവൽ. ഇപ്പം നിങ്ങളിപ്പോൾ പഠിക്കുന്നത് 10th ലെവലിനെ ബേസ് ചെയ്ത് LDCനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ ഇവിടെ ബീറ്റ് LDC 2024 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റഡി പ്ലാൻ, മിഷൻ LDC 2024 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 10th മെയിൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിവിടെ ബീറ്റ് LDC 2024 നമ്മൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഓരോ ഡേയ്സും കാണാനായിട്ട് സാധിക്കും. ഈ ഡേയ്സിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്, അതിൻ്റെ എൻഡ് ഡേറ്റ് എന്നാണെന്ന് കാണും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ഫോളോ എന്ന് പറയുന്ന ഏരിയയും കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിത് ഫോളോ ചെയ്തത് കൊണ്ടാണ് ഇവിടെ അൺഫോളോ എന്ന് കിടക്കുന്നത്. ഇപ്പം നമ്മൾ ബീറ്റ് LDC ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ബട്ടൺ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാനിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ ഫോളോ ചെയ്ത മൈ പ്ലാൻസ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലാൻ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ബീറ്റ് LDC എന്ന് പറയുന്ന ഈ സ്റ്റഡി പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 കളറുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കാണാം അല്ലേ? ഡാർക്ക് ബ്ലൂ, അതുപോലെ തന്നെ ഗ്രീൻ, ലൈറ്റ് ബ്ലൂ. ഇതിനകത്ത് ഈ ഡാർക്ക് ബ്ലൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയ ദിവസങ്ങളാണ്. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഇപ്പോൾ ഇന്നത്തെ ഡേ ആണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. ലൈറ്റ് ബ്ലൂവിൽ കാണുന്നത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളുമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ആദ്യം തൊട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ എക്സാം കഴിയുന്നത് വരെ ആപ്പിനകത്ത് ഈ സ്റ്റഡി പ്ലാൻ ഉണ്ടാകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഡേ 1 മുതൽ തന്നെ പഠിച്ച് തുടങ്ങാവുന്നതാണ്. കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ ടോപ്പിക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഡേ 1 നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭൂപ്രകൃതി, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അങ്ങനെ 7 ടോപ്പിക്കുകളോളം നമ്മൾ ഡേ 1 പഠിക്കാനുണ്ട്. അത് പഠിക്കേണ്ട പേജ് നമ്പർ എത്ര പേജ് വരെയാണ്, അത് എത്ര ദിവസം കൊണ്ട് തീർക്കണമെന്നും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട്, ഇപ്പോൾ നമ്മൾ ഈ 7 ടോപ്പിക്കുകൾ പഠിച്ചു, ഈ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഗ്രീൻ കളറിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കുകളുമായി ബേസ് ചെയ്തിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 20 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യേണ്ടത്. എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ SCRT ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടെങ്കിൽ SCRT പാഠഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. SCRT ഗാല, മിഷൻ SCRT എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റഡി പ്ലാൻ കാണാം. അപ്പോൾ നമ്മൾ SCRT ഗാല എന്ന് പറയുന്നത് ഓൺഗോയിങ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അപ്പം നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ PSC എക്സാമുകൾക്കൊക്കെ കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ കറണ്ട് അഫെയർസ് ലഭ്യമാണോ? നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ കറണ്ട് അഫെയർസ് ലഭ്യമാണ്. അപ്പോൾ കറണ്ട് അഫെയർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഹോം പേജിൽ പോവുക. ഹോം പേജിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ലെവൽ നോട്ടുകളുടെയും താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട് എടുക്കുക, സ്റ്റഡി നോട്ട്സിൽ പോകുക. ആ നോട്ട്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 2021 ജനുവരി മുതൽ ഉള്ള കറണ്ട് അഫെയറുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് കറണ്ട് അഫെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ്. ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മന്ത്ലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കറണ്ട് അഫെയറിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 2020 ഫെബ്രുവരിയിലെ കറണ്ട് അഫെയർ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അഫെയറിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സുകൾ വായിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് അഫെയർ വായിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വോയിസ് നോട്ടുകൾ എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത് നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ നോട്ട്സിലേക്ക് തന്നെ വരിക. നോട്ട്സിൽ വന്നിട്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ ഞാനിവിടെ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം എടുത്തു. അതിനകത്ത് ഭൂപ്രകൃതി എന്ന് പറയുന്ന നോട്ട് എടുത്തു. ഇവിടെ നമുക്കൊരു മൈക്കിൻ്റെ ഐക്കൺ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മൈക്കിൻ്റെ ഐക്കണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വോയിസ് നോട്ട് പ്ലേ ആകും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വോയിസ് നോട്ട് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വോയിസ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ കിച്ചണിൽ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുനിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ നോട്ട്സിനകത്ത് വോയിസ് നോട്ടും കൂടി അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് നമ്മൾ വോയിസ് നോട്ട് എടുക്കേണ്ടത്. ആ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വീഡിയോ ക്ലാസ്സുകൾ അവൈലബിൾ ആണോ എന്നുള്ളത്. ബ്രിസ് ടു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ റാങ്ക് ഫയലാണ്. നമ്മൾ വായിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ബ്രിസ് ടു ലേണിംഗ് ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മുടെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതുമാത്രമല്ല നമ്മുടെ ടൈം ഒത്തിരി പോകും. അപ്പം നമ്മൾ വീഡിയോ ക്ലാസ്സസിനെ അത്രയ്ക്കും പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മാത്സ് പോലുള്ള വിഷയങ്ങളിൽ വീഡിയോ ക്ലാസ്സസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ആപ്പിനകത്ത് കിട്ടുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ലെവൽ, നമ്മൾ ഏതാണോ പഠിക്കുന്നത് ആ ലെവൽ ചൂസ് ചെയ്യുക. അതിനകത്ത് സ്റ്റഡി നോട്ട്സ് എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ്, മാത്സ് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോ ക്ലാസ്സസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രാമറിലെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ചിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തു. അപ്പോൾ അത് നമ്മൾ വായിച്ച് പഠിക്കുകയാണ്. പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ഫോർ വീഡിയോ ട്യൂട്ടോറിയൽ പാർട്ട് 1, അതുപോലെ തന്നെ ക്ലിക്ക് ഫോർ വീഡിയോ ട്യൂട്ടോറിയൽ പാർട്ട് 2 എന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ പാർട്ട് 1 ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ അത് യൂട്യൂബിലേക്ക് പോകും. ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ആ വീഡിയോ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്ന വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ഇംഗ്ലീഷുമായിട്ടും അതുപോലെ തന്നെ മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ ഇതുപോലെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ മാത്സിലും വീഡിയോ ക്ലാസ് ലഭ്യമാണ്. ഇപ്പോൾ മാത്സിൻ്റെ ഒരു ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ഫോർ വീഡിയോ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നിടത്ത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്കത് യൂട്യൂബിൽ പോയിട്ട് വീഡിയോ കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല ചില SCRT പാഠഭാഗങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒക്കെ കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ നമുക്ക് അവിടെയും ക്ലിക്ക് ഫോർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആ സൊല്യൂഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ടോപ്പിക് അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ പരിശീലിക്കുന്നത് എങ്ങനെയാണെന്ന്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സ്റ്റഡി നോട്ട്സ് അതുപോലെ തന്നെ പ്രാക്ടീസ് സെക്ഷൻ എന്ന് പറഞ്ഞ് 2 ഏരിയകളുണ്ട് അല്ലേ? ഇപ്പോൾ 10th മെയിൻസ് എടുക്കുകയാണെങ്കിൽ പ്രാക്ടീസ് സെക്ഷൻ അതുപോലെ തന്നെ സ്റ്റഡി നോട്ട് എന്ന് പറഞ്ഞ് 2 ഏരിയകൾ കാണാം. ഇതിനകത്ത് നമ്മൾ പ്രാക്ടീസ് സെക്ഷൻ എന്ന് പറയുന്നിടത്താണ് ടച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കേരള ഭൂമിശാസ്ത്രത്തിലെ ഇപ്പോൾ ജില്ലകളും അവയുടെ സവിശേഷതകളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ച് പഠിച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓരോ സെറ്റിലും 10 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാകും. അപ്പോൾ നമുക്കിവിടെ ആൻസർ ടച്ച് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഭൂരിപക്ഷം ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലായിരിക്കും വിത്ത് എക്സ്പ്ലനേഷനോട് കൂടിയിട്ടാണ്. ഇവിടെ ഇതിൽ റെഡ് കളർ അത് റോങ് ആൻസറും ഗ്രീൻ കളറ് റൈറ്റ് ആൻസറുമാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഏരിയ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ വായിക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ടച്ച് ചെയ്യാം. അത് റോങ് ആണോ റൈറ്റ് ആണോ എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷനും അവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലാണ് നമ്മൾ വായിച്ച പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ എല്ലാ പാഠഭാഗങ്ങളിലും നിങ്ങൾക്ക് സെറ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. വിവിധ ആംഗിളിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യമാണ് SCRT NCERT പാഠഭാഗങ്ങൾ വായിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പം നമുക്കറിയാം നമ്മുടെ PSC പരീക്ഷകളിൽ SCRT NCERT പാഠഭാഗങ്ങളുടെ പ്രശ്നം ഇപ്പം നടന്നിട്ടുള്ള എക്സാംസുകളിലൊക്കെ ഭൂരിപക്ഷം ചോദ്യങ്ങളും SCRTനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് SCRT പാഠഭാഗങ്ങൾ വായിക്കാനായിട്ട് ഈ ആപ്പിലൂടെ വായിക്കാനായിട്ട് സാധിക്കും. അതിൽ നമ്മുടെ ഹോം പേജിൽ പോകുക. ഹോം പേജിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് SCRT NCERT എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റഡി നോട്ട്സ് എന്നും പ്രാക്ടീസ് സെക്ഷൻ എന്നും കാണാം. അപ്പോൾ നമ്മൾ SCRT പാഠഭാഗങ്ങൾ വായിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അതിൽ സ്റ്റഡി നോട്ട്സ് എന്ന് പറയുന്ന ഏരിയയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റും കാണാനായിട്ട് സാധിക്കും. ജീവശാസ്ത്രം, ഇന്ത്യൻ ഹിസ്റ്ററി, രസതന്ത്രം, കേരള ഹിസ്റ്ററി, ഊർജ്ജതന്ത്രം, അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ജീവശാസ്ത്രമാണ് വായിക്കേണ്ടതെങ്കിൽ ഏതൊക്കെ SCRT
ചാപ്റ്ററാണ് PSCക്ക് ചോദിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ SCERT ചാപ്റ്റർ നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റേഴ്സാണ് വായിക്കേണ്ടത്. അതിനകത്ത് അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന SCERT ചാപ്റ്ററാണ് നമ്മളിപ്പോൾ വായിക്കുന്നതെങ്കിൽ ഇതാ നിങ്ങൾക്ക് ആ SCERT ചാപ്റ്റർ വായിക്കാം. നിങ്ങൾ ഇത് അന്വേഷിച്ച് മറ്റ് സൈറ്റുകളിലൊന്നും, സമഗ്ര പോലുള്ള സൈറ്റുകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് SCERT പാഠഭാഗങ്ങൾ വായിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ SCERT പാഠഭാഗങ്ങളിൽ നിന്നും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പാഠഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ എത്രത്തോളം പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു റിസൾട്ട് ഉണ്ടാവുക അല്ലേ. അതിനകത്ത് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രാക്ടീസ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച പറയാനും പ്രതികരിക്കാനും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ പാഠഭാഗം നമുക്ക് മനസ്സിലായോ, വായിച്ച് നമ്മളത് പഠിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മൾ SCERT NCERT പാഠഭാഗങ്ങൾ വായിക്കേണ്ടത്. അത് PSCക്ക് വേണ്ട എല്ലാ പാഠഭാഗങ്ങളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് PSC പരീക്ഷ എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെയാണ് അല്ലേ. അപ്പോൾ ഈ 100 മാർക്കിൻ്റെ പരീക്ഷ, എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള 100 മാർക്കിൻ്റെ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പരീക്ഷ പേടി ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ 100 മാർക്കിൻ്റെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ ഹോമിൻ്റെ ഇപ്പറെ ഒരു ഗ്രാജുവേഷൻ ഹാറ്റിൻ്റെ ചിഹ്നം കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ലെവലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, 7th ലെവൽ, LP UP ലെവൽ എന്നിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഡിഗ്രി ലെവലാണ് എന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ മെയിൻസിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഓരോ സെറ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു സെറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ PSC പരീക്ഷേൻ്റെ അതേ രീതിയിൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയുന്നില്ല, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സ്കിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. ആൻസർ ടച്ച് ചെയ്യാം, അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്കിവിടെ ആ ടൈം വരെ കാണിക്കുന്നുണ്ട്, എക്സാമിൻ്റെ ആ ടൈം വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ എത്ര മിനിറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്, ഇനി നിങ്ങൾക്ക് അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിനിഷ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി, നമുക്ക് ഏതൊക്കെയാണ് തെറ്റിപ്പോയത്, അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്താണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ള കാര്യം ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല ഇവിടെ ലീഡർ ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സ്ഥാനം എത്രാം സ്ഥാനത്താണെന്നും നമുക്കിവിടെ കാണാം. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മൾ 100 മാർക്കിൻ്റെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ പഠനം എളുപ്പമാക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലേ. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മുടെ ആപ്പിനകത്ത് ലഭ്യമാണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെയാണ് ഗ്രാജുവേഷൻ ഹാറ്റിൻ്റെ ഐക്കണിൽ പോകുക. അവിടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്കിവിടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ലെവലിലാണോ നമ്മൾ നോക്കുന്നത് ആ ലെവലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ 10th ലെവലാണ് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കിവിടെ ലഭ്യമാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ കീ അടക്കമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിനകത്ത് എടുക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യമാണ്, നമ്മൾ എന്തൊക്കെ വായിച്ച് പഠിച്ചാലും പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ഡൗട്ടുകൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഡൗട്ടുകൾ ചോദിക്കാൻ മെൻറ്റേഴ്സ് അവൈലബിൾ ആണോ എന്ന്, അതെ, നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ മെൻറ്റർ സപ്പോർട്ട് ലഭിക്കും. മെൻറ്റർ സപ്പോർട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഹോം പേജിലോട്ട് വരിക. ഇവിടെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു പ്രൊഫൈലിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ പ്രൊഫൈലിൻ്റെ ചിഹ്നത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മെൻറ്റർ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ വാട്സപ്പ് അല്ലെങ്കിൽ കോൾ നൗ എന്ന് പറയാം. ഇപ്പോൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെൻറ്റേഴ്സിന് കോൾ വരും, അവർ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ് താല്പര്യമെങ്കിൽ ഇവിടെ വാട്സപ്പ് എന്ന് പറയുന്ന ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഓക്കെ നമുക്കിവിടെ നമ്മുടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. എന്താണ് നമ്മുടെ ഡൗട്ട് എന്നുള്ളത് നമുക്കിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ വോയിസ് ഇടുക. എന്താണെന്ന് വെച്ചാൽ അയച്ചിട്ടുണ്ടെങ്കിൽ മെൻറ്റേഴ്സ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മെൻറ്റർ സപ്പോർട്ട് ലഭിക്കുന്നത്. ഈ ആപ്പിൽ ഫ്രീ ട്രയൽ ലഭ്യമാണോ? നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ ഫ്രീ ട്രയൽ ലഭ്യമാണ്. അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത്
ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ചെക്ക് ചെയ്യാവുന്നതാണ്. അത് ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസോ ഒന്നും അല്ല തരുന്നത്. നിങ്ങൾക്ക് ആ ഒരു ദിവസം ആപ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനായിട്ടും ഒരു ദിവസം മുഴുവനായിട്ടും അൺലോക്ക് ചെയ്ത് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷമാണ് നമുക്ക് പ്രീമിയം വരുന്നത്. നിങ്ങൾ ആ ആപ്പ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ മാത്രം നമുക്ക് പ്രീമിയം എടുത്താൽ മതി. അപ്പോൾ ഈ പ്രീമിയം മെമ്പർ ആകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 6 മാസത്തേക്ക് 890 രൂപയാണ് പ്രീമിയം എമൗണ്ട് വരിക. നിലവിൽ 890 രൂപയാണ്. ഈ പ്രൈസിന് വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇപ്പോൾ 890 രൂപയാണ്. അതെങ്ങനെയാണ് പ്രീമിയം മെമ്പർ ആകുന്നത് എന്ന് നോക്കാം. ഇവിടെ പ്രൊഫൈലിന്റെ ചിഹ്നം കാണാം. ഇതിൽ നമ്മളിവിടെ പ്രീമിയം മെമ്പർ, ഇപ്പൊ ഞാൻ ഓൾറെഡി പ്രീമിയം മെമ്പർ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രീമിയം എന്ന് പറഞ്ഞ് കാണും. അവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സോഴ്സ് വഴിയാണോ പേയ്മെന്റ് ചെയ്യാവുന്നത് അതനുസരിച്ച് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ടീന ഡിസ്കൗണ്ട് 5 എന്ന കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5% കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. എമൗണ്ടിൽ വ്യത്യാസം വരികയാണെങ്കിലും നിങ്ങൾ ഈ ഒരു ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 5% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മൾ പ്രീമിയം മെമ്പർ ആകേണ്ടത്. അപ്പോൾ ഇവിടെ പ്രീമിയം എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്യാൻ താല്പര്യം അതനുസരിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പ്രീമിയം എത്ര നാളത്തേക്കാണുള്ളതെന്ന് ഇവിടെ കാണാനായിട്ട് നമ്മുടെ ഈ പ്രൊഫൈലിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ ഇനി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആപ്പിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ 8921331609 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് പഠിക്കാൻ കിട്ടുന്നതെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ കണ്ടന്റുകൾ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ വിവിധ ആംഗിളിലൂടെ എല്ലാം പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെ നമുക്ക് നല്ലൊരു വിജയം ഉറപ്പിക്കാനും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകൾ വായിച്ച് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, എക്സാം പേടിയൊക്കെ ഒഴിവാക്കുക. അപ്പോൾ എല്ലാവർക്കും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.